ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വ്ളോഗ് ഗൈസ്. അതെ, നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ സോളാർ പാനൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ നമ്മുടെ ഈ ചാനലിലുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ നിലവിൽ സോളാർ പാനലിൻ്റെ കാല് ഫിറ്റ് ചെയ്യുന്ന വീഡിയോസാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാല് ഏകദേശം അവർ ഫിറ്റ് ചെയ്ത് വരുന്നുണ്ട്, സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ ഏകദേശം ഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏകദേശം സോളാർ പാനലിൻ്റെ കാല് ഏകദേശം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പവറിൽ തന്നെയാണ് നിന്നിരിക്കുന്നത്. നമ്മൾ വാർപ്പിൻ്റെ മുകളിൽ രണ്ട് ഇതും പിന്നെ പാരപ്പറ്റിൻ്റെ മുകളിൽ രണ്ട് ഹോളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നിലവിൽ ഫിറ്റ് ചെയ്തിട്ട് ഉള്ള കണ്ടീഷൻ ഇതാണ് കേട്ടോ. ഇപ്പം നിലവിൽ നമ്മുടെ സോളാർ പാനലിൻ്റെ കാല് ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സൈഡിൽ കാണുന്നത് നമ്മുടെ എർത്ത് കണക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഫൈനലി നമ്മുടെ സോളാർ പാനലിൻ്റെ കാല് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയേട്ടെ, ഇതാണ് നമ്മുടെ സോളാർ പാനലിൻ്റെ കാല് വരുന്നത്. ആദ്യം ഡ്രില്ല് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സിമെൻ്റ് ഇട്ട് സെറ്റ് ആക്കിയത് കേട്ടോ. ഓക്കെ, ഇത് നമ്മളെ എർത്തിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. നമ്മൾ എർത്തിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഇതിപ്പോൾ നമ്മൾ വാർപ്പിനല്ല കൊടുത്തിട്ടുള്ളൂ, പാരപ്പറ്റിനാണ്. അതിനെ ഫിറ്റ് ചെയ്ത് അവിടെ വെച്ചതിന് ശേഷം ചെടിച്ചട്ടിയിൽ സിമെൻ്റ് ഇട്ടിട്ട് സെറ്റ് ചെയ്താൽ കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സോളാർ ഫിറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ സോളാർ ഇപ്പോൾ ഫിറ്റ് ചെയ്യുക ഈ സൈഡ് ഉണ്ടോ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയായിട്ടാണ് ഫിറ്റ് ചെയ്യുക. ഇവിടെയും അവിടെയും ഈ ഭാഗം ഫ്രീ ആയിരിക്കും കേട്ടോ. ഈ ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സെൻട്രലിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് ആണത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ സോളാർ പാനൽ വരും, ഇവിടെയും വരും, ഇവിടെ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇപ്പുറ സൈഡ് നമുക്ക് ഇറങ്ങാൻ കഴിയില്ല കേട്ടോ. ഇപ്പുറ സൈഡ് ക്ലീൻ ആക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ എത്തിപ്പിടിച്ചിട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ ഫസ്റ്റ് വിചാരിച്ചത് ഈ ഏരിയയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് സോളാർ പാനൽ ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ തെങ്ങുണ്ട്. അപ്പോൾ ഈ തെങ്ങിൻ്റെ തേങ്ങ വീണ് കഴിഞ്ഞാൽ സോളാർ പാനലിൽ ഒരു സോളാർ പാനലിന് 20,000 റുപ്യായിട്ടും വരുന്നുണ്ട്. വെറുതെ എന്തിനാണ് വെറുതെ അതൊരു ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ ഇവിടെ വെക്കാൻ കഴിയില്ല, കാരണം ഇവിടെ തെങ്ങുണ്ടല്ലോ. തെങ്ങുള്ളതുകൊണ്ട് ഈ ഏരിയയിൽ വെക്കാൻ കഴിയില്ല, കാരണം അത് നേരെ സോളാർ പാനലിൻ്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ സോളാർ പാനൽ അടിച്ചു പോകും ഗൈസ്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നമ്മൾ മുന്നേ ഈ ഏരിയയിലോ അല്ലെങ്കിൽ ആ ഏരിയ ഉണ്ടോ, ഈ സൈഡ് ഏരിയ ഇവിടെ വെക്കാൻ നമ്മൾ വിചാരിച്ച. പക്ഷെ ഇവിടെ വെക്കുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നീളം കിട്ടൂല. ഒന്നത് ഇവിടെ തെങ്ങിൻ്റെ മറവും ആ സൈഡ് കറക്റ്റ് കിട്ടൂല. ഈ ലെങ്ത് കണ്ട, അന്നേരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഏരിയയിൽ വെക്കാനും പറ്റത്തില്ല. നമുക്ക് ഇവിടെ സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഏരിയ അങ്ങ് കവറായി പോകും, പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി. പിന്നെ നമ്മൾ ലാസ്റ്റ് കുറേ നോക്കിയതിന് ശേഷമാണ് ഈ ഏരിയയിൽ വെക്കാൻ തീരുമാനിച്ചത് കേട്ടോ. ഈ ഏരിയ ആകുമ്പോൾ നമുക്ക് ഇത്തിരി സ്പേസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് സൈഡിലോട്ടായല്ലോ, പിന്നെ ആ പാരപ്പറ്റിൻ്റെ മുകളിലും കൂടി ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് അവിടെ വെക്കാൻ പറ്റും, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ എവിടെയും വെച്ചിട്ടില്ല. മുന്നേ നമ്മൾ ഇവിടെ വെക്കണം എന്ന് വിചാരിച്ചേ, അത് ഒഴിവാക്കി. അവിടെ വെക്കണം എന്ന് വിചാരിച്ചു, അതും ഒഴിവാക്കി. കാരണം അവിടെ തെങ്ങിൻ്റെ പ്രശ്നമായിരുന്നു. തെങ്ങില്ലെങ്കിൽ കറക്റ്റായിരുന്നു ഇവിടെ കേട്ടോ. തെങ്ങില്ലെങ്കിൽ ഈ ഏരിയയിൽ കറക്റ്റ് വെക്കായിരുന്നു. പക്ഷേ തെങ്ങുള്ളത് കൊണ്ട് അത് പറ്റൂല, കാരണം അത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഈ ഏരിയ തന്നെ നമ്മൾ വെക്കാൻ തീരുമാനിച്ചു. ഇത് നമ്മൾ നേരെ വാർപ്പിൻ്റെ മുകളിലായിരുന്നു വരേണ്ടത്. അപ്പോൾ എല്ലാ വാർപ്പും ഹോൾ ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വാർപ്പിൻ്റെ മുകളിൽ 2 ഹോളും പിന്നെ പാരപ്പറ്റിൻ്റെ മുകളിലുമായിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തത്. കാരണം വാർപ്പ് അധികം ഹോളാക്കുന്നത് നല്ലതല്ലല്ലോ, അതുകൊണ്ട് അത് ഒഴിവാക്കി ഗൈസ്. പിന്നെ ഇത് ഇവിടെ ഈ സൈഡിൽ വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ പറ്റും. ശരിക്കും ഈ സാധനം ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് അവിടെ ബ്ലോക്ക് ആയി പോകല്ലോ. അത് ഒഴിവാക്കാനെ കുറച്ച് ഇങ്ങോട്ട് പിടിച്ചു. പിന്നെ ഇത് കറക്റ്റ് പൊസിഷനാണ്, അതായത് കറക്റ്റ് വെയിൽ കിട്ടുന്ന ഒരു പൊസിഷൻ തന്നെ ഉള്ളൂ. അവിടെ തെങ്ങിൻ്റെ പ്രശ്നമുണ്ട്, ഇവിടെ ഇതിൻ്റെ ഒരു മറയും വരും. അത് ഒഴിവായിട്ട് കറക്റ്റ് പൊസിഷൻ ഇതണ്ട, കറക്റ്റ് വെയിൽ കിട്ടുന്ന ഒരു പൊസിഷൻ ഇതാണ് കറക്റ്റ്. അതുകൊണ്ടാണ് അവിടെ തന്നെ വെച്ചത്. ബാക്കി എല്ലായിടത്തും തണലായിരിക്കും അധികം. ഈ സോളാർ ഫിറ്റ് ചെയ്യുമ്പം അധികം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണല്ലോ വെക്കാൻ. അപ്പോൾ അവരും വന്ന് നോക്കിയപ്പോൾ പറഞ്ഞത് ഈ ഏരിയ ആണ് കറക്റ്റ്, നമുക്ക് കറക്റ്റ് ഫുൾ ടൈം വെയിൽ കിട്ടുന്ന ഇത് ഈ ഏരിയയിലാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ ഫിറ്റ് ചെയ്തു. അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ സെൻട്രലിലോട്ട് വഴിയുണ്ടല്ലോ, എവിടെയാണ് സോളാർ പാനൽ വരുന്നത്. പിന്നെ ഈ സൈഡ് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അപ്പുറം ഇറങ്ങേണ്ട ആവശ്യമില്ല. ഈ ഭാഗത്തുള്ളത് ഇവിടുന്ന് സെൻറ്ററിൽ നിന്നുമായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഇപ്പോൾ വെച്ചിട്ടുള്ള
ഇത് നമ്മൾ എർത്ത് ഡയറക്റ്റ് കൊടുക്കുന്ന കേട്ടോ. ഇതിപ്പോ എർത്ത് ഇന്ന് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങുമ്പോൾ അതിന്റെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ ബ്ലോഗ് ഗൈസ്. അതെ, നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ സോളാർ പാനൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ നമ്മുടെ ഈ ചാനലിലുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പലരും സബ്സ്ക്രൈബ് ചെയ്താണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ 3 കിലോ വാട്ടിന്റെ സോളാർ പാനലാണ് വെച്ചിരിക്കുന്നത്. ഇതാ ഇവിടെ പിന്നെ 2 സെറ്റ് കാണാം, അവിടെ 3 സെറ്റ് കാണാം. ഇങ്ങനെ 3 സെറ്റ് ഇവിടെയും ഇവിടെ 2 സെറ്റും വരുന്ന രീതിയിലുള്ള സോളാർ പാനലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിയിലാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എല്ലാവരും സോളാർ വെക്കുമ്പോൾ വിചാരിക്കും ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ അടിയിൽ ഫുള്ള് ഫ്രീ ആണ്, ഫുള്ള് കാലിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്റെ സെന്ററിൽ നിന്നിട്ട് നമുക്ക് ഇതും ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഞാനിപ്പോ കയറി കാണിക്കാം. ഇപ്പോ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ എത്തിപ്പിടിച്ച് ക്ലീൻ ചെയ്ത് നടക്കുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ, മോപ്പ് ഉണ്ടല്ലോ, മോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഭാഗത്തും നമുക്ക് അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ സോളാർ പാനലിന്റെ കണക്ഷൻ ആണ്. കണക്ഷൻ ഇപ്പോൾ ഇവിടുന്ന് സോളാർ പാനലിന്റെ കണക്ഷൻ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇതാ നമ്മൾ ഇതുവഴി പൈപ്പ് വഴി ഉള്ളിലേക്ക് താഴോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. ഇതിന്റെ കണക്ഷനും പിന്നെ ഇതിന്റെ കണക്ഷനും ഒന്നിച്ച് കൊടുത്തിട്ട് പിന്നെ അതുവഴി താഴോട്ടേക്ക് പോവാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ ഇതാണ് കേട്ടോ, ഇത് നമ്മുടെ എർത്താണ്, എർത്ത് സിസ്റ്റം ആണ്. ഇത് കണ്ടോ, ഞാൻ മുന്നേ എടുക്കുമ്പോൾ കാണിച്ചിരുന്നു. ഇത് കണ്ടോ, ഇത് നമ്മുടെ എർത്ത് സിസ്റ്റം ആണ് കേട്ടോ. ഇത് നമ്മുടെ എർത്ത് സിസ്റ്റം ആണ് കേട്ടോ ഈ കാണുന്നത്. എർത്ത് നമുക്ക് പെട്ടെന്ന് മിന്നലൊക്കെ വരികയാണെങ്കിൽ ഇടി മിന്നലൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എർത്ത് സിസ്റ്റം ആണ് ഈ കാണുന്നത്. സോളാർ പാനലിന്റെ ഈ സൈഡിലായിട്ട് നമ്മുടെ എർത്ത് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ സോളാർ പാനലിന്റെ കണക്ഷൻ പോകുന്നത് ഇതുവഴി ഇങ്ങനെ നേരെ ബാക്ക് സൈഡിലോട്ടേക്ക് താഴോട്ടേക്ക് നമ്മുടെ മെയിൻ സ്വിച്ചിന്റെ അടുത്തേക്കാണ് കേട്ടോ സോളാർ പാനലിന്റെ കണക്ഷൻ പോകുന്നത്. ഇതാണ് നമ്മുടെ സോളാർ പാനലിന്റെ അവസ്ഥ. പക്ഷെ നമ്മൾ ഈ ഏരിയയിലാണ് സോളാർ പാനൽ വെക്കാൻ നോക്കിയത്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ നല്ലോണം കിട്ടുന്ന സ്ഥലത്തെ സോളാർ പാനൽ വെക്കാൻ പാടുള്ളൂ കേട്ടോ. വെയിൽ നല്ലോണം കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ സോളാർ പാനൽ വെക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്കിപ്പോ നിലവിൽ ഈ വീടിന്റെ ഇത് പ്രകാരം ഇവിടെയാണ് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഫിറ്റ് ചെയ്തത്. നമുക്ക് അപ്പുറം വെക്കാൻ നോക്കി, പക്ഷെ അവിടെ തെങ്ങലുള്ളതുകൊണ്ട് അതിവിടെ പറ്റത്തില്ല കേട്ടോ. അപ്പൊ നമ്മുടെ സോളാർ പാനൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതുവഴി കണ്ടോ, സോളാർ പാനൽ ഇപ്പൊ ഈ കണ്ടീഷനിലാണ് ഉള്ളത്, കണ്ടില്ലേ? ഇതിങ്ങനെ വന്ന് കണക്ഷൻ ഇങ്ങനെ നേരെ താഴോട്ടേക്ക് മെയിൻ സ്വിച്ചിലേക്ക് പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, അവിടെ 3 എർത്താണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ താഴെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സോളാർ പാനൽ ഫിറ്റ് ചെയ്താണ്ടില്ലേ, നമ്മൾ പാരപ്പറ്റിന്റെ മുകളിൽ ഹോൾ ചെയ്തിട്ട് അവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ചെടിച്ചട്ടി പോലെ നമ്മൾ ഫിറ്റ് ചെയ്ത് അവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ഉറപ്പാണ് കേട്ടോ, അങ്ങനെ പെട്ടെന്നൊന്നും അനങ്ങത്തൊന്നുമില്ല, നല്ല പവറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സോളാർ പാനൽ എപ്പോഴും നല്ലോണം ക്ലീൻ ചെയ്യാം. കാരണം പലരും ഇത് അറിയാൻ സാധിച്ചത് പല സ്ഥലത്തുനിന്ന് ഇത് മര്യാദയ്ക്ക് ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് ഇതിന്റെ പ്രൊഡക്ഷൻ മൊത്തത്തിൽ നമുക്ക് കിട്ടത്തില്ല. ഇത് മര്യാദയ്ക്ക് ക്ലീൻ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് പ്രൊഡക്ഷൻ കിട്ടത്തുള്ളൂ. കാരണം ഇതിന്റെ മുകളിൽ ഒരു ഫംഗസ്, പായൽ പോലത്തെ ഒരു പച്ച ഇത് പിടിക്കാനുണ്ട്. നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഒരു പച്ച പൂപ്പൽ വരാനുണ്ട്. അപ്പൊ ഈ പൂപ്പൽ വന്നതിനുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ആ ഒരു കപ്പാസിറ്റി നഷ്ടപ്പെടും. ആ ഒരു പവർ ഉണ്ടല്ലോ നമ്മുടെ വെയിലെടുക്കുന്നത്. എപ്പോഴും നമ്മളിത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സോളാർ പാനലിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും വിചാരിച്ചു. പക്ഷെ നോക്കിയാൽ നമുക്ക് കൂളായിട്ട് ഇതിന്റെ അടിയിലോട്ട് പോയി നമുക്ക് വാർപ്പൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ. എന്താ സുഖമായിട്ട് ക്ലീൻ ചെയ്യാം, അതിനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. സോളാർ പാനൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം തേങ്ങയൊന്നും പോകാത്ത സ്ഥലത്ത് നോക്കുക. ഇതെല്ലാം പോയി കഴിഞ്ഞാൽ ഒരു പീസിന് 20,000 ആ റേഞ്ചൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടത്. മൂഞ്ചും ഗൈസ്. അപ്പോൾ നമ്മളെപ്പോഴും സോളാർ പാനൽ വെക്കുമ്പോൾ തേങ്ങ, ഓല അങ്ങനത്തെ ഒന്നും വീഴാത്ത സ്ഥലത്ത് വെക്കുക. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ മാക്സിമം വെക്കാൻ നോക്കുക. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ കണക്ഷൻ നേരെ വരുന്നത് ഇവിടത്തേക്കാണ് കേട്ടോ. ഇവിടുന്ന് നമ്മുടെ സോളാർ പാനലിന്റെ സെറ്റിലേക്ക് വന്ന് ഇവിടുന്ന് നേരെ എർത്ത് കണക്ഷൻ ഇവിടത്തേക്ക് കേട്ടോ. 3 എർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എർത്ത് കണക്ഷൻ. ഇത് തുറക്കാൻ പറ്റുമോന്ന് അറിയില്ല. ഇതാണ് കേട്ടോ നമ്മുടെ എർത്ത് വരുന്നത്. ഓക്കെ, എർത്ത് കണക്ഷൻ ആണ് ഈ വരുന്നത്. ഇതാണ് നമ്മുടെ എർത്ത് കണക്ഷൻ വരുന്നത്. 3 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. 1 2 3 നേരെ ഇവിടുന്ന് എർത്ത് കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സോളാർ പാനലിലേക്കുള്ള കണക്ഷൻസ് ആണ് ഗൈസ്. ഇത് നമ്മുടെ സോളാറിന് കട്ട് ചെയ്യാനുള്ളത്, ഇത് മെയിൻ സ്വിച്ചിൽ നിന്ന് കട്ട് ചെയ്യാനുള്ളത്. ഇത് നമ്മളെ മന്ത്ലി ഡെയിലി ഇതും കാണിക്കും, മന്ത്ലി ഡീറ്റെയിലും ഇതിൽ കാണിക്കും കേട്ടോ. എത്ര പ്രൊഡക്ഷൻ ചെയ്തു എന്ന ഡീറ്റെയിൽസ് മൊത്തം കാണിക്കും. പിന്നെ ഇവിടുന്ന് നേരെ കണക്ഷൻ വരുന്നത് നമ്മുടെ മെയിൻ സ്വിച്ചിലേക്കാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ലോക്ക് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ചാവി ഉള്ളിലായിപ്പോയി.
ഇതിൽ നമുക്ക് മന്ത്ലി ഡീറ്റെയിൽസ്, ഡെയിലി ഡീറ്റെയിൽസ്, എത്ര കിലോ വാട്ട് ചെയ്തു നോക്കി ഇതിൽ കൃത്യമായിട്ട് കാണിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടുന്ന് പിന്നെ നേരെ കണക്ഷൻ വരുന്നത് നമ്മുടെ ഇതിലേക്കാണ് കേട്ടോ, മെയിൻ സ്വിച്ചിലേക്ക്. ഇപ്പൊ മെയിൻ സ്വിച്ച് നമുക്ക് നോർമലി ഇതാണ് ഉള്ളത്, ഇതല്ല ശരിക്കും വരുന്നത്. ഇത് മാറും കേട്ടോ, ഇതല്ല ഉണ്ടാകുക, ഇത് മാറും. അപ്പോ KCBന്ന് അവർ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഈ സാധനം മാറിയിട്ട് വേറൊന്ന് വർക്ക് ചെയ്യുക. ഇതിപ്പോ ഓൾറെഡി കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ KCBന്ന് പിന്നെ അവര് വന്നിട്ട് ഇപ്പോ നമ്മുടെ ഫിറ്റിംഗ് മൊത്തം കഴിഞ്ഞു കേട്ടോ, മൊത്തം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ KCBന്ന് വേറൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ KCBന്ന് വന്നിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം അവിടെ നമ്മുടെ മെയിൻ സ്വിച്ച് ഉണ്ടല്ലോ, അത് അവര് മാറ്റി തരാട്ടെ. അത് മാറ്റിയിട്ട് ഒരു ഡിജിറ്റൽ ഇതാണ് വെക്കാൻ തോന്നുന്നു. അതായിട്ടില്ല, ഞാൻ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് അതിന്റെ വീഡിയോസ് വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോ ജസ്റ്റ് ഫിറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണാം കേട്ടോ, കാണാൻ പറ്റും. നമുക്ക് എത്ര പവർ വന്നു, എത്ര യൂസ് ചെയ്തു, അങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഇത് നമ്മുടെ 3 കിലോവാട്ട് സോളാർ വെച്ചിട്ട് അത് നേരെ പിന്നെ ഇതിനകത്തേക്ക് വരും. ഇതിനകത്തുനിന്ന് നേരെ മെയിൻ സ്വിച്ചിലേക്ക് പോയി. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇത് ബാറ്ററി വെച്ചിട്ടും ചെയ്യാൻ പറ്റും, അല്ലാണ്ട് നോർമൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ. ബാറ്ററി വെച്ച് ചെയ്യുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ കൂടെ ഇവിടെ ഒരു ബാറ്ററി ഉണ്ടാവും. അപ്പൊ ഡയറക്റ്റ് ബാറ്ററി ഫില്ല് ചെയ്യും. എന്നിട്ട് അതിനുശേഷം നമുക്ക് മെയിൻ സ്വിച്ചിലേക്ക്, അതായത് KCBയിലേക്ക് ബാക്കി കൊടുക്കുക ചെയ്യാം. അപ്പോ നമുക്ക് ഇതെന്താ ഗുണം, അതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ കറണ്ട് പോയി കഴിഞ്ഞാല് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ആ ബാറ്ററിയുള്ള ചാർജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോളാർ പാനൽ നമുക്ക് ഇത് 2 രീതി ചെയ്യാം കേട്ടോ. ഇതിപ്പോ നമുക്കിപ്പോ ബാറ്ററി ഇല്ലാതെ ഡയറക്റ്റ് KCB കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഡയറക്റ്റ് പിന്നെ ഇവിടുന്ന് വന്ന് ഇതിനകത്തുനിന്ന് ഡയറക്റ്റ് എത്രയാണോ എത്രയാണ് അവിടെ നിന്ന് പവർ യൂസ് ചെയ്യുന്നത് അത് നേരെ KCBയിലോട്ടേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മാക്സിമം എത്ര യൂസ് ചെയ്യുന്നു അതിന്റെ ബാക്കി അവിടെ KCBയിലോട്ടേക്ക് പോകും. ഈ 3 കിലോവാട്ട് സോളാർ ആർക്കൊക്കെ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു 5000, 6000 റേഞ്ച് കറണ്ട് ബില്ല് വരുന്ന എല്ലാവർക്കും 3 കിലോവാട്ട് സോളാർ വെക്കാം കേട്ടോ. 5000, 6000 വരെ ഇതിൽ കവർ ആവും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതുണ്ടാവില്ല, അതായത് രാത്രി കാലങ്ങളിൽ ഇതിൽ പ്രൊഡക്ഷൻ നടക്കത്തില്ല. സോളാർ ആണല്ലോ, നമ്മുടെ ഈ വെയിലുള്ള സമയത്ത് മാത്രമേ ഇത് പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. അപ്പൊ മാക്സിമം വെയിലുള്ള സമയത്ത് ഇതിന്റെ പ്രൊഡക്ഷൻ എടുത്ത ശേഷം ബാക്കിയുള്ളത് നമ്മുടെ KCBയിലോട്ടേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ മാക്സിമം ഇതിനകത്ത് പ്രൊഡക്ഷൻ എടുക്കും, എന്നിട്ട് അത് KCBയിലോട്ടേക്ക് പോവുക. പിന്നെ ഇതിന്റെ തന്നെ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്, നമുക്ക് ബാറ്ററി ഫിറ്റ് ചെയ്തിട്ട് ഇതിന്റെ നേരെ താഴെ നമുക്കൊരു ബാറ്ററിയും കൂടി ഫില്ല് ചെയ്യുന്നതാണ്. ബാറ്ററി ഫില്ല് ചെയ്തുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് രാത്രി കറണ്ട് പോയി കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാവത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ആ സമയത്ത് ഫുൾ ടൈം കറണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് രാത്രി കാലങ്ങളിൽ പെട്ടെന്ന് ഇപ്പോൾ KCBന്റെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ സിസ്റ്റം ആണെങ്കിൽ രാത്രി കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എക്സ്ട്രാ ബാറ്ററി സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, രാത്രി കാലങ്ങളിൽ കറണ്ട് പോയാൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് നോർമലി KCB കറണ്ട് പോകുമ്പോൾ ഇവിടെയും കറണ്ട് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇപ്പോൾ KCB കറണ്ട് പോയിട്ട് നിങ്ങൾക്ക് കറണ്ട് വേണമെന്നുള്ള ഇതാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ബാറ്ററി പാക്ക് വെക്കേണ്ടി വരും. നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട രീതിയിൽ റെഡ് ലൈറ്റ് കത്തുന്ന പറഞ്ഞത്, അഥവാ റെഡ് ലൈറ്റ് കത്തുന്നില്ല എങ്കിൽ സോളാർ പാനൽ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഇതുപോലെ തന്നെ സോളാർ പാനൽ സെറ്റപ്പ് ഒക്കെ വെച്ചു അവര് നോർമലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂസ് ചെയ്തുകൊണ്ടിരിക്കും പെട്ടെന്ന് ഒരു മാസം അവർക്ക് 9000 അങ്ങനെ കറണ്ട് ബില്ല് വന്നു. അപ്പൊ അവര് നെട്ടിപ്പോയി. കാരണം എന്താ, ഇത് എന്തോ കാരണവശാൽ ഇവിടെ എന്തോ ട്രിപ്പോ മറ്റോ ആയിട്ട് ഇവിടെ ഇത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ വന്നു. അതിനുശേഷം അപ്പോഴാണ് അവരും ശ്രദ്ധിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇടക്കിടയ്ക്ക് നമ്മളിത് വെച്ചോണ്ട് കാര്യമില്ല, നമ്മൾ ഇടക്കിടയ്ക്ക് ഇത് ശ്രദ്ധിക്കേണ്ടി വരും കേട്ടോ. അത് ഒരു നല്ല കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെ നമ്മൾ ഓഫാക്കുന്ന ഓണും ഓഫും പവർ ഓൺ ഓഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സോളാർ സിസ്റ്റം സെറ്റപ്പ് വരുന്നത്. ഇപ്പൊ ഓൾറെഡി വർക്കിംഗ് കണ്ടീഷനിലല്ല ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവർ വന്ന് സോളാർ ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് KCBന്റെ അനുമതിയാണ് വേണ്ടത്. ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം KCBന്റെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, വന്നിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ഈ KCBന്റെ മീറ്റർ ഉണ്ടല്ലോ, ഈ മീറ്റർ മാറ്റിയിട്ട് വേറെ മീറ്റർ വെക്കുന്ന പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ മീറ്റർ ആണെന്ന് തോന്നുന്നു. വേറെ മീറ്റർ ആണ് വെക്കുക. അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണക്ഷൻ ചാലുമായി. പിന്നെ നമുക്ക് സോളാർ യൂസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അത് മാറ്റിയതിന് ശേഷം നമുക്ക് സോളാർ യൂസ് ചെയ്ത് തുടങ്ങാം. നിങ്ങൾ പലരും ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഗൈസ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഇലക്ട്രിക് സ്കൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ കറണ്ട് ബില്ല് അടക്കമാണ് 4000, 5000ന്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഒരു 6000 വരെ കറണ്ട് ബില്ല് നമുക്ക് ഇതിനകത്തുനിന്ന് സേവ് ചെയ്യാൻ പറ്റും ഗൈസ്. ഓക്കെ, 6000 വരെ, 6000ത്തിന് മേലെ നിങ്ങൾക്ക് കറണ്ട് ബില്ല് വരികയാണെങ്കിൽ
നിങ്ങൾ തീർച്ചയായിട്ടും 5 കിലോ വാട്ട് അല്ലെങ്കിൽ അതിന്റെ മേലെ വെക്കേണ്ടി വരും. ഗൈസ്, നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസ് ഇത്രയാണുള്ളത്. ഓക്കെ, നമ്മുടെ സോളാർ പാൻ അവിടെ ഉണ്ട്. അവിടുന്ന് കണക്ഷൻ ഇവിടത്തേക്ക് വരുന്നു. ഇവിടുന്ന് നേരെ എർത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 3 എർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമ്മുടെ മെയിൻ സ്വിച്ചിലേക്ക് കണക്ഷനും പോയിട്ടുണ്ട്. മന്ത്ലി എത്ര ചാർജ് വരുന്നുണ്ട് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും. നമ്മളിപ്പോൾ സോളാർ പാനലിന്റെ ഇത് വർക്കിംഗ് കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ നമ്മളെ എത്രത്തോളം കിലോ വാട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നും നമുക്ക് മന്ത്ലി എത്ര കറണ്ട് ബില്ല് വരുന്നുള്ള ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ്. അപ്പോൾ ഇത് അങ്ങണ്ട നമ്മളെ ചെക്കന വീഡിയോ ഉള്ളത്. ചെക്കന ഇതുവരെ നമ്മളെ ചെക്കനെ കഴിയിട്ടൊന്നുമില്ല, മഴയല്ലേ, നല്ല മഴയായതുകൊണ്ട് കഴുകാനൊന്നും നിന്നിട്ടില്ല കേസ്. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് സോളാർ പാനലിന്റെ വ്ളോഗ് ചെയ്യാണെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പറയാം ഗൈസ്. ഓക്കെ, അപ്പോൾ അതിനാണ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം ഗൈസ്, വണക്കം.